അയാൾ ഞാൻ കൊടുത്ത ഡിസൈനുകൾ നോക്കിയിട്ട് ആദ്യം വലിയ മതിപ്പൊന്നും കാണിച്ചില്ല. അതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അയാൾക്ക് ഡിസൈനുകളെ കുറിച്ചൊന്നും വലിയ അറിവില്ല. പിന്നെ അതൊക്കെ ആർക്കും അയച്ചു കൊടുത്ത ശേഷം അയാൾ തീരുമാനം എടുത്തത്, അവരുടെ റിപ്ലൈ വന്ന ശേഷം. അങ്ങനെയാണെങ്കിൽ അവരായിരിക്കും നമ്മൾ തേടുന്ന പ്രതികൾ. അത് ആരാണെന്ന് മാളവിക ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞില്ല. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ നടക്കുന്ന ഒരു ജ്വല്ലറിയുടെ എംഡിക്ക് ഡിസൈനെ പറ്റി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാലേ അതിലെന്തോ കുഴപ്പമുണ്ട്. എന്റെ മുത്തച്ഛനും എനിക്കൊക്കെ ഇതേപ്പറ്റി നല്ല നോളജ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. മേഡം വരച്ച ഡിസൈൻ കണ്ടിട്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ വരയ്ക്കുന്നു എന്ന ചിന്തയായിരുന്നു എനിക്ക്. അതുമായി ആത്മവിശ്വാസത്തോടെ അയാളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാ അയാൾ പുച്ഛത്തോടെ അതൊക്കെ നോക്കിയത്. പിന്നീട് മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റുകയും ചെയ്തു. മാളവികനെ അവിടെ ഉണ്ടാവില്ല. അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ഇപ്പോ മാളവിക സെലക്ട് ചെയ്തവരുടെ മുന്നിലേക്ക് എത്താൻ പറ്റുമല്ലോ. എനിക്ക് പ്രതീക്ഷിക്കാത്ത സാലറി ഓഫർ ചെയ്തിരിക്കുന്നത്. മാളവിക ഞങ്ങൾക്ക് വേണ്ടിയല്ല റിസ്ക് എടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഇവിടെ ഉള്ളിടത്തോളം കാലം വരുമാനം ഇല്ല എന്നുള്ള നിരാശയൊന്നും ഉണ്ടാവില്ല. വരുമാനം ഒന്നും ഇല്ലെങ്കിലും സാർ ഒരു ജോലി ഏൽപ്പിക്കുമ്പോ അത് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളരെ പ്ലാൻ ചെയ്ത ജ്വല്ലറിക്കാരെന്നെ ചീറ്റ് ചെയ്തത്, അതും 2 തവണ. ഇപ്പോ ഞാൻ ദുബായ് ജയിലിൽ കിടക്കേണ്ടത്. ആ രീതിയിൽ ഒരു സ്ഥാപനത്തിന്റെ എംഡിയും തകർക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റും. പിന്നെ ഇതുപോലെ സേഫായ സ്ഥലത്ത് വെച്ച് മാത്രമേ നമ്മൾ മീറ്റ് ചെയ്യാവൂ. ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നിനക്കും ദോഷം ചെയ്യും. കാരണം ശത്രുക്കള് അതുപോലെ മനുഷ്യത്വമില്ലാത്തവരാ. നമ്മൾ കരുതുന്നതിനേക്കാളും അപ്പുറം കൂക്കട. ആ ചിന്ത എപ്പോഴും ഉണ്ടാവണം. മാളവികയ്ക്ക് എത്ര ഡിസൈൻ വേണമെങ്കിലും ഞാൻ തയ്യാറാക്കി തരാം. ഇത്തവണ വിഷു അവർ സ്വന്തമാക്കുന്നാ പറയുന്നത്. ആയിക്കോട്ടെ, വിഷുവിന് മൂർത്തി ജ്വല്ലറിക്ക് മേളിൽ വരട്ടെ ജ്വല്ലറി. അപ്പോ നിന്നോടുള്ള അവരുടെ സ്നേഹം കൂടും, വിശ്വാസം കൂടും. അതിലൂടെയാണ് നമ്മൾ നമ്മുടെ കാര്യം സാധിച്ചെടുക്കേണ്ടത്. ഇറങ്ങാല്ലേ, ഞങ്ങൾ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ശരി സർ. ഡേവിഡ് വിളിച്ചുള്ള ഒട്ടുമിക്ക നമ്പരും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാള് അബിയുടെ നമ്പറിലും വിളിച്ചിട്ടുണ്ട്. അത് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, എത്ര തവണ വിളിച്ചിട്ടുണ്ട്? ഈ അടുത്തിടെ 1-2 തവണ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് പിന്നിലോട്ട് നോക്കി. ആദർശ് ദുബായി പോയതിനു ശേഷം ഒരു ട്രാപ്പിൽ പെട്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ ഡേവിഡുമായിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷം കുറച്ച് ദിവസം ആരുടെയും കണ്ടിപ്പെടാതെ മാറി നിന്നിരുന്നു. ആ സമയത്ത് അഭി അവന്റെ അമ്മയൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു തന്നെ കുടുംബത്തിനകത്ത് വെക്കുന്നത് വലിയ അപകടമാണ് ആദർശെ. നീ ആയിരുന്നില്ല, അവനായിരുന്നു വീട് വിട്ട് പോകേണ്ടിരുന്നത്. അവന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം തന്നെയാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഡേവിഡ് വിളിച്ചവരെല്ലാം നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ കോൺടാക്ട് ചെയ്തവരെയും ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ 1-2 നമ്പറിലേക്ക് അയാൾ വിളിച്ചത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, എന്നെ പോലെ തന്നെ ഈ പണി അറിയാൻ ആരെങ്കിലും ഡേവിഡിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ഞാൻ ഈ പറഞ്ഞ അജ്ഞാത നമ്പറിലേക്കാണ് ഡേവിഡ് ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിട്ടുള്ളത്. അയാൾ ഇന്ത്യക്കകത്താണോ പുറത്താണോന്ന് എനിക്കങ്ങോട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഡേവിഡിന് കിടക്കുന്നതുകൊണ്ട് ആദർശിന്റെ കാൽക്കുലേഷൻ സത്യമാവാനാ സാധ്യത. ഈ ഡേവിഡിനെ വെളിച്ചത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ആരുമായിട്ടോ കണക്ഷൻ ഉണ്ട്. നിങ്ങൾ തേടുന്ന പ്രതി അയാൾ തന്നെ ആയിരിക്കും. സേവറിന് കണ്ടെത്താൻ പറ്റാത്ത ആളെ ഇനി ഞങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാനാ. പക്ഷെ ആ ദൗത്യം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി കണ്ടെത്തിയാലേ പറ്റൂ. ഞാൻ എന്റെ അന്വേഷണം നിർത്തിയിട്ടില്ല. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ സഹായിച്ചോളാം. എന്ന് വെച്ച് അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തലച്ചോറുള്ളവരെ തേടിയാണ് ആദർശ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അതുറപ്പല്ലേ? അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ ഈ ഗോൾഡ് ഇൻഡസ്ട്രി കീഴടക്കത്തില്ലായിരുന്നു. നിസ്സാരമായിട്ട് പല ഡീലുകളും സ്വന്തമാക്കത്തില്ലായിരുന്നു. ഇതിനിടയിൽ ഒരു സത്യം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ആദർശിന് വിഷമൊന്നും തോന്നരുത്. വേറൊന്നുമല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സ് പലരും ഇപ്പോ AM ജ്വല്ലറിയുമായിട്ട് ഡീൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് വരുന്ന വിഷുവിനെ മൂർത്തീസ് ജ്വല്ലറിയുടെ കസ്റ്റമേഴ്സ് മുക്കാലും AM ജ്വല്ലേഴ്സ് റാഞ്ചാനുള്ള സാധ്യതയുണ്ട്. വിവാഹ മാർക്കറ്റിലൊക്കെ അവർക്കിപ്പം വലിയ ഡിമാൻഡാ. അങ്ങനെ വന്ന ഇടിവ് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത് നിങ്ങളുടെ ജ്വല്ലറി ആയിരിക്കും. അതായത് AM ജ്വല്ലറിക്ക് താഴെയല്ല, മറ്റു പല ജ്വല്ലറിക്കും താഴേക്ക് മൂർത്തീസ് ജ്വല്ലറി ചരിത്രത്തിൽ ആദ്യമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വിഷുവിന് 2ാം സ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ സേവിയർ പറയുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കൂപ്പുകുത്തോ? AM ജ്വല്ലറിയും മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ടാ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ സെയിൽസ് ഒക്കെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറി തിരക്ക് കുറയില്ലേ? മറ്റു ജ്വല്ലറിക്കാർക്കൊക്കെ അവരുടേതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്തായാലും AM ജ്വല്ലറിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയും AM ജ്വല്ലറിയുമായിട്ടാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ ഇപ്പോൾ AM ജ്വല്ലറി ഏറെ മുന്നിലായതുകൊണ്ട് അതുപോലെ ഇറക്കം നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അനിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. അവൻ MD ആയിട്ട് ചാർജ് എടുത്തതേ ഉള്ളൂ. ആ നേരത്ത് ജ്വല്ലറി നേരെ താഴേക്ക് പോയാലേ ചിലപ്പോ അവൻ MD കസേര തന്നെ തെറിച്ചെന്ന് വരാം. അത് സത്യം പറഞ്ഞ ഒരു ദുരന്തം തന്നെയായിരിക്കും. ഇത് വല്ലാത്തൊരു വൈബാണല്ലോ. നീ ഞാൻ തമ്മിൽ ആദ്യമായിട്ടാ നിന്റെ ബർത്ത്ഡേക്ക് കൂടുന്നേ. അപ്പൊ പിന്നെ ഈ ദിവസം എന്നൊന്ന് ഓർത്തിരിക്കണ്ടേ? എടാ, എനിക്ക് പെട്ടെന്ന് പോണം. എടി, എന്ത് എത്ര ധൃതി? ഇന്ന് 1 മണിക്കൂർ നിനക്കിപ്പോ ചെലവിടാനാ ഞാൻ വന്നേ. കൃത്യം 1 മണിക്ക് എനിക്ക് വീട്ടിൽ കയറണം. 1:30 ആയ കുഴപ്പമുണ്ടോ? നീ വെറുതെ തമാശ കളിക്കല്ലേ. എടി, ഞാൻ തിരക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ രാത്രി സമയങ്ങളിൽ ഇതുപോലെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കാണല് കുറവാ. പിന്നെ വല്ലപ്പോഴും കൂടി ഇങ്ങനെ കാണാൻ കിട്ടുമ്പോ അത് പരമാവധി മുതലാക്കണ്ടേ? കൃത്യം 12 മണി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഇനി വാ, കേക്ക് അടിയാം. നമുക്ക് ഒരുമിച്ച് കെട്ടിയാ? ഹേയ്, അതിന് ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലല്ലോ, നിന്റെ മാത്രം. പക്ഷെ നമ്മൾ ഒന്നിച്ചല്ലേ, അപ്പൊ പിന്നെ ഒന്നിച്ചല്ലേ കട്ട് ചെയ്യേണ്ടത്. അത് നീ പറയുന്ന കേൾക്കാൻ ഒരു സുഖം. ശരി, എന്നാ പിന്നെ ഞാൻ തർക്കിക്കുന്നില്ല. എന്നെ ഇപ്പൊ കാണിച്ചു തരാവേ. പറയടാ. നമ്മൾ ഒരുമിച്ച് കേക്ക് മുറിക്കുന്നതും നിന്നെ ഞാൻ ഹഗ് ചെയ്യുന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ. മൂർത്തീസ് ജ്വല്ലറിയുടെ MD-യാ. എന്നിട്ടും അവൻ അവന്റെ ജോലിയൊന്നും ചെയ്യാതെ വേണ്ടാത്ത സ്വപ്നമൊക്കെ കണ്ടോണ്ടിരിക്കുക. ഇതെങ്ങനെയാടി വേണ്ടാത്ത സ്വപ്നമാവുന്നേ? നീ വീട്ടിൽ വിളിച്ച് ഇന്ന് വൈകി വരത്തോളെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. ബർത്ത്ഡേ ആയിട്ട് നിനക്കൊപ്പം കറങ്ങാനുള്ള പ്ലാൻ ആണോന്നൊക്കെ. അതുകൊണ്ട് ഹോട്ടൽ മുറിയൊന്നും അല്ല ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കടൽ തീരത്താ. കടൽ തീരത്തോ? ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം. എന്റെ മോള് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നാ മതി.
എന്റെ പൊന്നാനി, രാത്രി 12 മണിക്കൊക്കെ നിനക്കിത് എന്തിന്റെ കേടാടാ? എടീ സേഫ് ആയിട്ടുള്ള സ്ഥലം 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉടൻ തന്നെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം. ഏതായാലും നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇപ്പോ ആഹാരം കഴിക്കുന്നത് 12 മണി കഴിഞ്ഞാണല്ലോ. വീട്ടിൽ കയറുന്നത് 3 മണിക്കും 4 മണിക്കൊക്കെ. പിന്നെ ഉച്ചവരെ കിടന്നുറങ്ങും. ആ, അതുകൊണ്ട് ഇപ്പൊ വാർത്ത വരുന്ന കണ്ടില്ലേ? നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ പെട്ടെന്ന് രോഗത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും പോവുക. ഓ, അല്ലെങ്കിൽ ഇപ്പോ കൂടുതൽ കാലം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ വാർദ്ധക്യത്തിന്റെ കാര്യം പറയുമ്പോ എല്ലാം പറയണമല്ലോ. പണ്ടത്തെ പെൺകുട്ടികളൊക്കെ ഒരു ചട്ടക്കൂടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൂച്ചുവലും കണ്ടോ? ഫ്രീ ആയിട്ടല്ലേ നടക്കുന്നത്? ആര് പറഞ്ഞു ഫ്രീ ആയിട്ടാന്ന്? അച്ഛനും അമ്മയും കണ്ണുരുട്ടിയാ ഇന്നും എനിക്ക് പേടിയാ. എടീ, അങ്ങനെ നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചിറക് മുളയ്ക്കുന്ന പ്രായത്തിൽ തന്നെ അവരുടെ ഇഷ്ടത്തിന് പറന്നു നടക്കുക. അപ്പോഴേ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. നീ നിന്റെ ജോലിയിൽ ശ്രദ്ധിക്ക്. ഞാനൊരു 10 മണിയാവുമ്പോഴേക്കും അങ്ങെത്താം. ഇന്നത്തെ ദിവസം എനിക്ക് കാര്യമായിട്ട് ജോലിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് സമയം പോകുന്നതും വളരെ സാവകാശം. 10 മണിയാകാൻ 4 ദിവസത്തെ ദൈർഘ്യം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചേട്ടനും എന്റെ ചേച്ചിയും കൂടെ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമായവരെ കണ്ടുപിടിക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ സമയത്താ അവനവന്റെ ജോലിയിൽ ശ്രദ്ധിക്കാതെ പ്രേമിക്കാൻ നടക്കുന്നത്. വെച്ചിട്ട് പോടാ. ആ, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഓ, ആയിക്കോട്ടെ. അതെ, ഇനിയിപ്പോഴേ നിനക്ക് ശക്തമായ ഒരു എതിരാളി വരാൻ പോവാ. ഈ നയന കളക്ഷൻസിന് ഭീഷണിയായിട്ട് വരാൻ പോകുന്നത് മാളവിക കളക്ഷൻസ്. അവളിപ്പോ എന്നെ വിളിച്ചിരുന്നു. മാളവികയുടെ ഡിസൈൻസിന് അവളുടെ തന്നെ പേരിടാൻ അവർ തീരുമാനിച്ചെന്ന്. മാളവിക കളക്ഷൻസ്. അപ്പൊ അത്രത്തോളം അതവരെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടല്ലേ? എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോഴേ ഒരുപാട് പരസ്യമൊക്കെ ഉണ്ടാവും. അത് മാളവികയ്ക്ക് ഗുണം ചെയ്യും. പരസ്യം വരുന്നതോടെ അവളെ വലിയ ഓഫർ നൽകി കൊത്തിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അവളെ പിടിക്കുകയാണെങ്കിലേ നിന്റെ സഹായം ഇല്ലാതെ നല്ല ഡിസൈൻസ് ഉണ്ടാക്കാൻ അവൾക്ക് പറ്റത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അവളെ സഹായിക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് അഭിമാനമുണ്ട് നിന്നെ കുറിച്ച് ഓർത്തിട്ട്. അതിലുപരി മാളവിക കളക്ഷൻസ് മലയാളികളുടെ മനസ്സിൽ കീഴടക്കുമ്പോൾ അതിലൂടെ ആത്മവിശ്വാസം ഉയരുന്നത് നിന്റെ തന്നെയാണ്. തൽക്കാലം പരാജയം സമ്മതിച്ചുകൊണ്ട് വലിയ വിജയത്തിലേക്കാണ് നമ്മൾ കുതിക്കാൻ പോകുന്നത്. മുംബൈയിൽ വെച്ച് അമേരിക്കൻ കമ്പനിയുടെ ഒരു ഡീൽ ഏം ജ്വല്ലറിക്ക് കിട്ടിയെങ്കിൽ ഇനി വരുന്ന ഒട്ടുമിക്ക ഡീലുകളും നമുക്ക് സ്വന്തമാവും. ഇപ്പൊ നീ കാരണം മാളവികയ്ക്ക് ക്രെഡിറ്റ് ഉണ്ടാകുന്നത് പോലെ ഇനി വരുന്ന എല്ലാ നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് എനിക്കായിരിക്കും. അവൻ MD ആയ കമ്പനി ഒരിക്കലും താഴെ പോകാൻ പാടില്ല. ഈ വിഷു വരെ ഏം ജ്വല്ലറി വളരെ നമ്മൾ വിടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈം ആയിരിക്കും. ഒരു കണക്കിന് മുത്തശ്ശനുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് നന്നായി. അനി നയിക്കട്ടെ കമ്പനിയെ. അവനും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. ഇനി മാളവിക കളക്ഷൻസിന്റെ ആഡ് ഒരുപാട് കാണാല്ലേ ആദർശേട്ടാ? നവ്യയുടെ ഫോട്ടോസ് ആയിരിക്കും ചിലപ്പോൾ ആഡൊക്കെ ചെയ്യാൻ പോകുന്നത്. നീ വരച്ച ഡിസൈനിലുണ്ടാക്കിയ ആഭരണങ്ങൾ മാളവികയുടെ പേരിൽ നിന്റെ ചേച്ചി കഴുത്തിലിട്ടുകൊണ്ടിരിക്കുന്ന പരസ്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എനിക്കൊപ്പം വന്ന് നിന്നോട് വലിയ ദേഷ്യമാണല്ലോ നവ്യക്ക്. പക്ഷേ നിന്റെ ഡിസൈനില് ഇനി അവൾ സ്റ്റാർ ആവാൻ പോകുന്നത്. എടി, പിന്നെ നീ കിട്ടുന്ന സമയത്തൊക്കെ നല്ല നല്ല ഡിസൈൻസ് ഉണ്ടാക്കി വെക്കുക. മാളവിക കുറച്ചുകൂടി അവരോട്ട് അടുക്കട്ടെ. സനു, എങ്ങനെയുണ്ട്? അത് സാറല്ലേ പറയേണ്ടത്. സാറ് പറഞ്ഞ രീതിക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇത് അവൾക്ക് അയച്ചു കൊടുക്കണം. ഞാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾ അറിയട്ടെ. എന്നിട്ട് പെട്ടെന്ന് വരാൻ നോക്കട്ടെ. ഇവനിത് വളരെ ഗംഭീരമായിട്ടാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പൊ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ അവൻ അലമ്പുണ്ടാക്കും. എനിക്ക് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പാവം. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ അരികിലെത്താൻ എനിക്കും ധൃതിയായിട്ടുണ്ട്. പക്ഷെ അത് അവന്റെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല. അല്ല, നീ എന്താ ഈ കലണ്ടറിൽ നോക്കിയിരിക്കുന്നത്? അല്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോഴാ നാളത്തെ ഡേറ്റ് ശ്രദ്ധിച്ചത്. ഞാൻ വീട്ടിലായിരുന്നപ്പോ ആ ദിവസം കേക്ക് കെട്ടിയാറുണ്ടായിരുന്നു. അതെന്താ, നാളെ ആരെങ്കിലും ബർത്ത്ഡേ ആണോ? അതെ, എന്റെ അച്ഛന്റെ അമ്മയുടെയും ഇളയ സന്താനത്തിന്റെ. ഓ, അവക്ക് 1 വയസ്സും കൂടെ കൂടി. ഒരു വയസ്സ് മാത്രമല്ല, ഒരു എല്ലും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ അവക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തതാ. എന്താ ഇത്തവണ പോണോ? പോവാനോ? അവളെ പറ്റി ഇനി സംസാരിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. ഇത്തവണ ആഘോഷമൊന്നും കാണില്ലായിരിക്കും. പ്രിയപ്പെട്ട മോളും വരുമാനും ഒക്കെ പുറത്താണല്ലോ. അതിന്റെ വിഷമം കാണും അച്ഛനും അമ്മയ്ക്കും. അതുപോലെ തന്നെ പിറന്നാളുകായിരിക്കും. നവ്യ, അനി എത്തേണ്ട സമയമില്ലേ? അവൻ വന്നോ? അതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നേ? ആ, വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവന്റെ വണ്ടി ഒന്നും പുറത്ത് കാണുന്നില്ലല്ലോ. അവനിപ്പോ വലിയ MD അല്ലേ, അതുകൊണ്ട് സമയത്തും കാലത്തൊന്നും വരില്ലായിരിക്കും. വലിയ തിരക്കല്ലേ? ആ, എത്ര തിരക്കുണ്ടെങ്കിലും അവൻ 10 മണിക്ക് മുന്നേ ഇവിടെ എത്താറുണ്ട്. ഇന്ന് അവൻ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നിന്റെ അനിയത്തി അവനും തമ്മിൽ ഇപ്പോഴും കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. നിന്റെ വീട്ടോടൊന്ന് വിളിച്ച് തിരക്കിയിരുന്നെങ്കിൽ അവളോട് ഉണ്ടോന്നും അറിയാമായിരുന്നല്ലോ. ഞാൻ വിളിച്ചിട്ട് അവളുടെ കാര്യം തിരക്കില്ല. എടി, ഞാൻ പറയുന്നത് സത്യ. അവര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതിന് സാക്ഷികളുണ്ട്. അവര് തമ്മിൽ കണ്ടാലും കണ്ടില്ലേലും ശരി, നീ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധം ഇനി അവര് തമ്മിൽ നടക്കാനേ പോകുന്നില്ല. അത് ഞാൻ എഴുതി തരാം. അല്ല, നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, കാണാതിരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. കണ്ടു കഴിഞ്ഞാൽ അവളോട് നോർമലായിട്ട് സംസാരിക്കാനും പെരുമാറാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അവളോട്.